പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ഉറങ്ങുന്നതിന്റെ മുമ്പ് അഥവാ രാത്രി നാം ഓതിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 സൂറത്തുകളെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഈ 3 സൂറത്തുകൾ രാത്രിയിൽ നമ്മൾക്ക് ഓതാൻ ഭാഗ്യം ലഭിച്ചാൽ നമ്മളെ ജീവിതം രക്ഷപ്പെടുകയാണ്, നമ്മളെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ്, ഖബറിൽ അള്ളാഹു രക്ഷ നൽകുകയാണ്. ഏതൊക്കെയാണ് ആ 3 സൂറത്തുകൾ എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകളൊക്കെ ഹസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങളൊക്കെ അള്ളാഹു അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ, ദുഃഖങ്ങൾ അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. ഇന്നെല്ലാവർക്കും സന്തോഷല്ലേ, എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിലൂടെ എഴുതി വിടണമെന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ഉറങ്ങുന്നതിന്റെ മുമ്പ് അഥവാ രാത്രി നാം പാരായണം ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 സൂറത്തുകളെ കുറിച്ചാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാം രാത്രി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇശാ മഗ്‌രിബിയുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടിന്റെ ഡോറുകൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യണം, വീടിന്റെ വാതിലുകൾ തുറന്നിടാൻ പാടില്ല, കുട്ടികളെ ഇശാ മഗ്‌രിബിയുടെ ഇടയിൽ ഒരിക്കലും പുറത്തിറക്കാൻ പാടില്ല, അതുപോലെ ഇശാ മഗ്‌രിബിയുടെ ഇടയിൽ കുളിക്കാൻ പാടില്ല, ഇശാ മഗ്‌രിബിയുടെ ഇടയിൽ അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഇശാ മഗ്‌രിബിയുടെ ഇടയിൽ ഉറങ്ങാൻ പാടില്ല, മഗ്‌രിബ് നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല, ഇശ നിസ്കരിക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇശാ മഗ്‌രിബിയുടെ ഇടയിലും അതുപോലെ തന്നെ രാത്രിയിലും. രാത്രി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. വുളു എടുക്കണം, അതുപോലെ ദിക്റുകൾ ചൊല്ലണം, അതുപോലെ അള്ളാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളും ബരമേൽപ്പിച്ചുകൊണ്ടാണ് നാം കിടന്നുറങ്ങേണ്ടത്. കാരണം രാവിലെ ആകുമ്പോൾ എണീക്കുമെന്നുള്ളതിൽ നമ്മളുടെ കയ്യിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചുകൊണ്ടാണ് നാം കിടന്നുറങ്ങേണ്ടത്. ആ കൂട്ടത്തിൽ ഉറങ്ങുന്നതിന്റെ മുമ്പെങ്കിലും നാം ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. പരിശുദ്ധ ഖുർആനില് വളരെ മനോഹരമായി നല്ല സ്വരത്തില് മാധുര്യത്തോടുകൂടെ പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ആ സൂറത്ത് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യണേ. വലിയ ബറക്കത്ത് നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ലികുല്ലി ഷൈഇൻ അറൂസ്. എല്ലാ വസ്തുവിനും ഒരു വധുവുണ്ട്. എങ്ങനെ? എല്ലാ വസ്തുവിനും പുതിയെണ്ണുണ്ട്, ഒരു വധുവുണ്ട്. വഅറൂസുൽ ഖുർആൻ സൂറത്തുൽ റഹ്മാൻ. എന്നാൽ ഖുർആനിന്റെ മണവാട്ടി, ഖുർആനിന്റെ വധു അത് സൂറത്തുർ റഹ്മാൻ. അപ്പൊ ഖുർആനിന്റെ വധു, ഖുർആനിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറത്താണ് പ്രിയമുള്ളവരെ സൂറത്തുർ റഹ്മാൻ. അത് എല്ലാ ദിവസവും രാത്രി ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര് പാരായണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽ വിഖായത്തു മിനൽ ആഫാത്ത്. ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ആഫത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ആഫത്തിന്റെ കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുർ റഹ്മാൻ എല്ലാ ദിവസവും രാത്രി പാരായണം ചെയ്യുക. അതുപോലെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുർ റഹ്മാൻ എല്ലാ ദിവസവും പാരായണം ചെയ്യുക. രാത്രി തസ്കീനുൽ ഖൽബ്, മനസ്സമാധാനം. ചില ആളുകൾ പറയുന്നിട്ടില്ലേ, ഒരു സമാധാനമില്ല ഉസ്താദേ, ഒരു മനസ്സമാധാനമില്ല, വീട്ടിൽ ചെന്നാലും സമാധാനമില്ല, ജോലി സ്ഥലത്ത് ചെന്നാലും സമാധാനമില്ല. അനക്ക് സമാധാനം വേണോ? ഇതാ മരുന്ന് പിടിച്ചോ. രാത്രിയിൽ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തോ. തസ്കീനുൽ ഖുലൂബ്, മനസ്സമാധാനം ഉണ്ടാകും, മനസ്സിന് സന്തോഷം അള്ളാഹു നൽകുകയാണ്.
അള്ളാഹുവിനോട് പെട്ടെന്നുള്ള അടുപ്പമുണ്ടാകും. അള്ളാഹുവിനോട് പെട്ടെന്ന് നമുക്ക് അടുപ്പമുണ്ടാകാൻ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്താൽ മതി. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, സഹാബ, നിങ്ങൾ എല്ലാ ദിവസവും 1000 ആയത്ത് ഓതാതെ കിടന്നുറങ്ങരുതേ. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ചോ കാണി, എങ്ങനെയാണ് രാത്രി 1000 ആയത്ത് ഓതി നമ്മൾ കിടന്നുറങ്ങുക? സഹാബിമാരോട് പറയാണ്, രാത്രി ജോലിക്ക് പോകണം, യുദ്ധത്തിന് പോകണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ ക്ഷീണിച്ചു വരുന്ന സഹാബിമാരോട് റസൂലുള്ളാഹി പറയാണ്, രാത്രി 1000 ആയത്ത് ഓതാതെ കിടന്നുറങ്ങരുതേ. സഹാബിമാർ റസൂലുള്ളാഹിനോട് വിഷമം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, 1000 ആയത്തിനോട് കിടപിടിക്കുന്ന ഒരു സൂറത്ത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ സൂറത്തു തകാസുർ രാത്രി പാരായണം ചെയ്യണേ. 1000 ആയത്ത് ഓതിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അല്ലാഹു ഓതാല ഭാഗ്യം നൽകട്ടെ. അപ്പൊ സൂറത്തു തകാസുറും നമ്മൾ ഓതണം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്തിന്റെ അർത്ഥം നമ്മൾ പഠിച്ചാല് ദുനിയാവൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ മലയുടെ മുകളിലോ ഗുഹയുടെ മുകളിലൊക്കെ പോയി ഇബാദത്ത് ചെയ്യുന്നുള്ളതാണ്. ശരിക്കും അതിന്റെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവൊക്കെ ഒഴിവാക്കി പോകുന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഞാനൊരു അർത്ഥം പറഞ്ഞുതരാം. അൽഹാകുമുത് തകാസുർ, നിങ്ങളെ വ്യാപൃതരാക്കിയിരിക്കുന്നു. ഈ ദുനിയാവിലെ കാര്യങ്ങളൊക്കെ നിങ്ങളെ വ്യാപൃതരാക്കിയിരിക്കുന്നു. നിസ്കരിക്കാൻ പറയുമ്പോൾ സമയമില്ല, ജോലിക്ക് പോകണം, ബിസിനസ്സാണ്, മറ്റുള്ള കാര്യങ്ങളാണ്. ഖുർആൻ ഓതാൻ പറയുമ്പോൾ സമയമില്ല ഉസ്താദേ, ജോലി കാര്യങ്ങൾ നോക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഹത്താ സുർതുമുൽ മഖാബിർ, പള്ളിക്കാട്ടിലേക്ക് നിന്നെ കൊണ്ടുപോയി വെക്കുന്നത് വരെ, മരണം വരെ നീ അത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അത് പറയാൻ കഴിയൂല. എനിക്ക് ജോലിയാണ്, എനിക്ക് മറ്റുള്ള കാര്യങ്ങളുണ്ട്, എനിക്ക് ആയുസ് തരണം എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇതാണ് ആ 2 ആയത്തിന്റെ അർത്ഥം. ശരിക്കും നമ്മൾ പഠിച്ചാണ്ടല്ലോ നമ്മൾ പിന്നെ ദുനിയാവൊക്കെ ഒഴിവാക്കിയിട്ട് വല്ല മലയുടെ മുകളിലോ ഗുഹയുടെ ഉള്ളിലൊക്കെ പോയി ഇബാദത്ത് ചെയ്യും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും സഹോദരിമാരെ. ആമീൻ പറയും ഉമ്മമാരെ. നിങ്ങൾ ആമീൻ പറയുന്നില്ല. ആമീൻ പറയുന്നവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിട്ടാണ്. ആരൊക്കെയാണ് ആമീൻ പറയുന്നത് നോക്കട്ടെ. ഇതിനൊക്കെ ആമീൻ പറയാതെ ദുനിയാവിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം ആമീൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പരലോകവും രക്ഷപ്പെടണം, ദുനിയാവിലും രക്ഷപ്പെടണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പൊ സൂറത്തു തകാസുർ പാരായണം ചെയ്യുക. അതോടൊപ്പം നമ്മൾ ഓതേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തു യാസീൻ. സൂറത്തു യാസീൻ രാത്രി ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താ? മൻകറഅ സൂറത്ത് യാസീൻ, ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്തു, ഫീ ലൈലത്തിൻ, എപ്പോ? രാത്രിയിലെ. എങ്ങനെ ഓതിയത്? ഇബ്തിഗാഅ വജ്ഹില്ലാഹി തആല, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം, മറ്റൊരാൾ കാണാനോ അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടിയോ ഞാൻ വലിയ ഖുർആൻ ഓതുന്ന ആളാണെന്ന് മറ്റുള്ളവരൊക്കെ പറയണം, അതിനു വേണ്ടിയിട്ടൊന്നുമല്ല. അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി ഒരാൾ രാത്രി പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ ഓതിയാൽ ഗുഫിറ ലഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. മാത്രമല്ല യാസീൻ സൂറത്ത് ഓതിയാൽ ഖളാഉൽ ഹാജാത്ത്, ആവശ്യ പൂർത്തീകരണത്തിന് അത് നല്ലതാണ്. സൂറത്തുൽ ഖാലിയ എന്ന പേര് തന്നെ സൂറത്തു യാസീനിന് മഹാന്മാർ കൊടുത്തിട്ടുണ്ട്. ആവശ്യ പൂർത്തീകരണത്തിനുള്ള സൂറത്താണ്. അപ്പൊ രാത്രി സൂറത്തു യാസീൻ നമ്മൾ പാരായണം ചെയ്യണം. നമ്മളെ ഏത് പ്രശ്നങ്ങൾക്കും, നമ്മളെ കാര്യങ്ങൾ എളുപ്പമാകാൻ, ദുനിയാവിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ യാസീൻ സൂറത്ത് നല്ലതാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ യാസീൻ സൂറത്തും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ പറയേണ്ടതില്ല, സൂറത്തുൽ മുൽക്ക്, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ നല്ല നല്ല ദിവസങ്ങളാണ് നമ്മളിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ രാത്രിയിലൊക്കെ നല്ല സൂറത്തുകളും പ്രാർത്ഥനകളും എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം. സൂറത്തുൽ മുൽക്ക് ഓതി കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും വലിയ ഗുണം എന്താ? ഖബറിലാണെന്നാണ് മുത്തുനബി പഠിപ്പിച്ചത്. ഖബറിൽ ആരും നമ്മളെ സഹായിക്കാനുണ്ടാവൂല, നമ്മൾ ഒറ്റക്കാണ്, അത് കൂരിരുട്ടാണ്. പ്രിയമുള്ളവരെ, ആ ഖബർ പാമ്പുകളും തേളുകളും നിറഞ്ഞതാണെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഖബർ പ്രകാശിക്കാൻ, ആ ഖബറിൽ രക്ഷ ലഭിക്കാൻ, ആ ഖബറിൽ സന്തോഷം ലഭിക്കാൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ മതി എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ പരലോകത്ത് നമ്മൾക്ക് ശുപാർശയായി വരുന്നത് സൂറത്തുൽ മുൽക്കാണത്രേ. അല്ലാഹു സൂറത്തുൽ മുൽക്ക് ഓതാൻ തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെയുള്ള ദിവസങ്ങളിലും രാത്രികളിലൊക്കെ നല്ല നല്ല ഇബാദത്തുകൾ ചെയ്യാൻ ആരും മറന്നു പോകരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.